ഹായ് ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അങ്ങനെ തലങ്ങും വിലങ്ങും മുറ്റത്തോട്ട് വായി നോക്കി കിടക്കുമ്പോഴാണ് ഹക്കിനും ഫൈസൂനും ഒരു ഐഡിയ ഉദിച്ചത്. എന്നാൽ ഇന്ന് നമുക്കൊന്ന് മീൻ പിടിക്കാൻ പോയാലോ അമ്മച്ചേന്ന്. അന്ന് ആയിക്കോട്ടെ എന്ന് ഞാൻ അങ്ങനെ സജീവല്ല ഒരു മീൻകണിയൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഷെഹസാദ് അടുത്ത മീനെ പിടിക്കാനുള്ള ഉരുളയും കെണിയും ഒക്കെ ആയിട്ട് അവൻ്റെ ഏതോ തന്ത്രപ്പാടിൽ അവൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. അതെന്തോ മാവൊക്കെ കുഴച്ചിട്ട് മീനെ പിടിക്കാനുള്ള സംഭവം ഉണ്ടാക്കിയാണ്. സനാം അതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. ഫൈസു എന്തൊക്കെയോ പറയുന്നുണ്ട്. അവരങ്ങ് പോയി, പക്ഷെ ഞാൻ അല്പം ലേറ്റായിപ്പോയി. ഏതായാലും ഇതാണ് നമ്മുടെ മീൻ പിടിക്കൽ സ്പോട്ട്. ഇത് നമ്മൾ നേരത്തെ തന്നെ കുഴിച്ചിട്ടുള്ളൊരു കുളമായിരുന്നു. കുറേ വർഷങ്ങളൊക്കെ പഴക്കമുണ്ട് അതിന്. അങ്ങനെ ഇവിടെ കുറേയധികം ആളുകൾ താമസിക്കുന്നുണ്ട്. അങ്ങനെ സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ എന്ന് വേണ്ട സകല ആളുകളും ഇത് ഇങ്ങനെ നിരന്ന് നിൽപ്പുണ്ട്. മീനെ പിടിക്കാനുള്ള ആവേശം തന്നെയാണ്, മറ്റൊന്നുമല്ല. ഏതായാലും നമുക്ക് വഴിയേ കാണാം. അങ്ങനെ ആദ്യത്തെ അറ്റംപ്റ്റ് ദേ പോയി വെള്ളത്തിലേക്ക്. നമ്മുടെ മീൻകണിയാണ് അത് കേട്ടോ. അതെടുക്കുന്ന വീഡിയോ നമുക്ക് മറ്റൊരു ദിവസം ഞാൻ വീഡിയോ ആയിട്ട് കാണിക്കാം. കുളത്തിൻ്റെ ഒരു കട അങ്ങനെ ഷെഹസാദ് അവിടെ ഒരു ഹക്കും കൂടെ അതാണ്ട് അവരുടെ ഒരു മീൻകണിയാണത്. അത് മീനെ പിടിക്കുന്നതിനുള്ള ഒരു സംഭവമാണ്. ഒരു ചെറിയ വല, അതിനകത്തേക്ക് കുറച്ച് മാവൊക്കെ ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് അവരതേ അങ്ങോട്ടേക്ക് എറിഞ്ഞു. എന്താകും എന്ന് നമുക്ക് കണ്ടറിയാം. അപ്പം അങ്ങനെ എല്ലാവരും മീൻ പിടിക്കുന്ന ആവേശത്തിലാണ് ഗൈസ്. കിട്ടി മക്കളെ, കിട്ടി. അങ്ങനെ ഷെഹസാദിനും ഹക്കിനും അവരുടെ നല്ല സിലോപ്പിയ മീൻ കുടുങ്ങിയിട്ടുണ്ട്. മീനെക്കാളുള്ള ആവശ്യത്തിൽ എല്ലാവരും അങ്ങനെ ആടിക്കൂടിയിട്ടുണ്ട്. അങ്ങനെ അവർ അതിനെ ഇങ്ങനെ പതുക്കെ വലയിൽ നിന്നൊക്കെ ഇങ്ങനെ എടുക്കുന്നത് കാണാം. വലയിൽ കുടുങ്ങിയത് ചെറിയൊരു മീനാണെങ്കിലും അവർ ഹാപ്പിയായി. എന്തായാലും അവർക്കാണ് അങ്ങനെ ആദ്യമായിട്ടൊരു മീനെ കിട്ടുന്നത്. ഇന്നത്തെ മീൻ പിടിക്കൽ അറ്റംപ്റ്റില് ആദ്യം ജയിച്ചത് ഇവരാണ് കേട്ടോ. ഇവിടെ അങ്ങനെ മീൻകുളത്തിന് അകമ്പടിയായിട്ട് പൂത്ത് തളർത്ത് നിൽക്കുന്നത് നമ്മുടെ കലമ്പെട്ടിപ്പൂ എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് അറിയില്ല. ഏതായാലും അറിയാവുന്നവർ ഒന്ന് മെൻഷൻ ചെയ്യുക. നമ്മുടെ പഴയകാല പൂക്കളിൽപ്പെട്ട ഒരാളാണ് ഇയാൾ. കുറച്ച് സമയം ഈ കുളത്തിൻ്റെ അരികിൽ ഇങ്ങനെ മീനെയൊക്കെ പിടിച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. അത് നമുക്ക് മറ്റെവിടെയും പോയാലൊന്നും കിട്ടില്ലെന്നേ. അങ്ങനെ പിടിച്ച മീനിനെ ഒരു ചരുവത്തിലാക്കി ഫൈസു ഇവിടെ ആസ്വദിക്കുകയാണ്. അവനെ ഇങ്ങനെ പിടിച്ചു ചത്തി കിടക്കുമല്ല. എൻ്റെ പൊന്നുമക്കളെ, ഈ വക സാധനങ്ങളെയൊന്നും യാതൊരു പേടിയുമില്ലാത്ത ഒരു കുരുപ്പാണിവൻ. മീനെ തലോടുകയും താലോലിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൽ മീൻ പോകുന്നതിനോടൊപ്പം അവൻ്റെ കൈയും പോകുന്നുണ്ട്. എങ്ങനെയെങ്കിലും അതിനെ പിടിക്കണം എന്നുള്ളൊരു ഒരു അറ്റംപ്റ്റിലാണ് അവനും. മീനെ എങ്ങനെയെങ്കിലും പിടിക്കുമെന്ന് ഞാനും, എന്നാൽ ഒട്ടും പിടിതരത്തില്ല എന്ന മട്ടിൽ മീനും. അവൻ അങ്ങനെ മീനുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അടുത്ത മീനുമായിട്ട് സനാഹും കൂട്ടരും വന്നത്. ഇതാണ് മക്കളെ ഐറ്റം. നമ്മുടെ മീൻകുളത്തിൽ നിന്നും അടുത്ത സനാഹിനും സിദായ്ക്കും കിട്ടിയ ഒരു ഐറ്റമാണിത്. ഇതിന്റെ പേര് നിങ്ങൾ അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. ഇനി ഇതിനെയും ഈ കുരുപ്പിന് പിടിക്കാൻ പറ്റുമോ എന്നായിരിക്കും നിങ്ങളുടെ സംശയം. ഒരു സംശയം വേണ്ട, അവൻ അതിനെയും പിടിച്ചു. പിടിക്കുന്നു, വെള്ളത്തിലിടും. മീനാണെങ്കിൽ ഓടുന്നു, രക്ഷപ്പെടുന്നു. അയ്യോ, അങ്ങനെ വേണ്ട. മീനും അവനും തമ്മിലൊരു വലിയ ഫൈറ്റ് തന്നെയാണ്. അതേ പിടിച്ച് കണ്ട. ഒരു പേടി എന്ന് പറയുന്ന സാധനം എൻ്റെ പൊന്നുമോനില്ല. അങ്ങനെ പിടിച്ച മീനിനെ തട്ടിക്കൂട്ടി വെട്ടിക്കൂട്ടുകയാണ് ഇവിടെ.
അതിനിടയ്ക്കൂടെ എങ്ങനെ കറി വെക്കണം, എന്തൊക്കെ സാധനങ്ങൾ ഇടണം എന്നൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളും. എന്തിനാണ് ഈ മീനെ ഇത്രയും ചെറിയ കഷ്ണങ്ങളാക്കുന്നത് എന്ന് നിങ്ങൾ ആരും വിചാരിച്ചു പോകരുത്. മീനെ പിടിക്കാനുള്ള ആളുകളുടെ എണ്ണം നിങ്ങൾ കണ്ടതാണ്. അപ്പൊ അവർക്കൊക്കെ ഓരോ കഷ്ണം വീതമെങ്കിലും കൊടുക്കണ്ടേ. അപ്പൊ എല്ലാ മക്കളും കൂടെ മീനെ കഴുകി അങ്ങനെ അലമ്പാക്കുകയാണ് ഗൈസ്. മതി 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 പൊടിപ്പിക്കല്ലേ. ചേരെ തിന്ന് നാട്ടിൽ ചെന്നാൽ അതിന്റെ നടുക്കഷ്ണം തിന്നണമെന്നാണല്ലോ പ്രമാണം. അത് ഈ കുരുപ്പുകൾക്ക് യാതൊരു വിഷയമേ അല്ല. മതി വെച്ചിട്ടുണ്ടോ. അങ്ങനെ വെട്ടിക്കൂട്ടിയ മീനെ തട്ടിക്കൂട്ടി ഉരുട്ടി പെരട്ടി എടുത്തതേ ഈ പരുവാക്കിയിട്ടുണ്ട്. ഇനി നേരെ വറ ചട്ടിയിലേക്ക്, അവിടുന്ന് നേരെ വയറ്റിലേക്കും. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.